ഹായ് എവരിവൺ. അപ്പോൾ HSAക്കുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം HSAക്ക് എത്ര പേരാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്, അതായത് കൺഫർമേഷന് ശേഷം എത്ര ആളുകളാണ് എക്സാം എഴുതുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. HSA ഹിന്ദിയുടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും വന്നിട്ടുണ്ട് എത്ര പേര് കൺഫർമേഷന് ശേഷം എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് HSA ഹിന്ദിയുടെ എത്ര ആളുകളാണ് പരീക്ഷ എഴുതുന്നത്, ഓരോ ജില്ലയിലും എഴുതുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ എത്ര പേരോടാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ HSAയുടെ GK ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്. അതുപോലെ തന്നെ HSA ഹിന്ദിയുടെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ക്രാഷ് ബാച്ച് ആണ് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എത്ര പേരാണ് എന്നുള്ളത്. ആദ്യം തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത് നമുക്കറിയാം 556 ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ 518 പേരാണ് എന്ത് ചെയ്തത്, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 38 പേര് എഴുതുന്നില്ല അവിടെ. ഓക്കെ, അപ്പൊ 518, 556 എന്നുള്ളത് 518 ആയി. അതുപോലെ കൊല്ലം ജില്ലയിൽ നോക്കുമ്പോൾ 255 ആളുകളാണ് അപ്ലൈ ചെയ്തത്. കൺഫർമേഷൻ കൊടുത്തത് 222. അപ്പൊ കൊല്ലം ജില്ലയിൽ എത്ര ആളുകളാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് അറിയാലോ. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ 239 പേര് അപ്ലൈ ചെയ്തു, 218. എറണാകുളം 418 ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 365 ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ 53 പേര് എന്താണ്, ഇൻവാലിഡ് ആണ്. ഈ 365 പേരാണ് അവിടെ എക്സാം കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ പാലക്കാട് ജില്ല നോക്കുമ്പോൾ 460 ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം 425 കേട്ടോ പേരാണ്, 425 ആളുകളാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നത്, പാലക്കാട് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെ അതിന്റെ കഴിഞ്ഞ ഇയറിലുള്ള കട്ട് ഓഫ് നമ്മൾ പറയേണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലവിൽ എത്ര പേര് അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള നമ്മുടെ ആ ഒരു കണക്കൊക്കെ പറയേണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അപേക്ഷകരും കിട്ടിയിട്ടുണ്ട് എത്ര പേരാണെന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ പഠനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കേട്ടോ. ഇനി അതുപോലെ മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം ഏറ്റവും പ്രതീക്ഷയുള്ള കുട്ടികൾ കാണുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അവിടെ 623 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. കൺഫർമേഷന് ശേഷം 578 ആളുകളായിട്ടുണ്ട് കേട്ടോ. അപ്പൊ 623, 578 ആളുകളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ഇനി കോഴിക്കോട് നോക്കുമ്പോൾ കോഴിക്കോട് കുറച്ചൊരു കുറവ് കാണുന്നുണ്ട്. 320 പേരാണ് അപ്ലൈ ചെയ്തത്. 296 എന്ത് ചെയ്തു, അവിടെ കൺഫർമേഷൻ കൊടുത്തു, എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ വയനാട് നമ്മൾ നോക്കുമ്പോൾ 284 ആളുകളാണ് കേട്ടോ. 284 ആളുകളാണ്. 257 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. 27 ആളുകൾ ഇൻവാലിഡ് ആണ്. അതുപോലെ കണ്ണൂർ ജില്ല നോക്കുമ്പോൾ 493 ആളുകൾ എന്ത് ചെയ്തു, അവിടെ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 434 ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 59 പേര് അവിടെ എന്തായിട്ടുണ്ട്, ഇൻവാലിഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് HSAയിലെ നിലവിലുള്ള എത്ര ആളുകൾ അപേക്ഷിച്ചു. ഇനിയിപ്പോ കൺഫർമേഷന് ശേഷമുള്ള എണ്ണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, കൺഫർമേഷന് ശേഷമുള്ള എണ്ണമുള്ള ആളുകളാണ് പരീക്ഷ എഴുതാൻ പോകുന്നതെന്ന് കിട്ടി. കഴിഞ്ഞ ഇതേ ജില്ലകളിലുള്ള HSA ഹിന്ദിയുടെ കട്ട് ഓഫ് നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ നിലവിൽ എത്ര ആളുകൾ വരെ ആയിട്ടുണ്ട് അഡ്വൈസ് എന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇത്രയും ആളുകളോടാണ് മത്സരിക്കേണ്ടത്. ഇപ്പൊ തുടർന്നുള്ള ദിവസങ്ങള് നന്നായിട്ട് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ നമ്മുടെ ഓൺലൈനിൽ HSA ഹിന്ദിയുടെ ക്രാഷ് ബാച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ GK ക്ലാസ് മാത്രമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ കൂടുതൽ അപ്ഡേഷൻസും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ PYQ ആയിട്ടുള്ള ഡിസ്കഷനുമായിട്ടൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഹെൽപ്പ് ആകുന്ന തരത്തിലുള്ള വീഡിയോസ്. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് GKയിൽ വരുന്ന നമുക്കറിയാലോ, HSA എല്ലാവർക്കും GK ജനറലാണ്. അവിടെ മെത്തഡോളജിയും GK ഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഹിന്ദിയുടെ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.